ഹലോ ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു വി ആർ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു തലശ്ശേരി കല്യാണം വ്ളോഗ്. വെറുതെ ഒരു കല്യാണമല്ല, എൻ്റെ സ്വന്തം ചങ്ങായിയുടെ കല്യാണം. അപ്പോൾ ഒരു തലശ്ശേരി കല്യാണം എങ്ങനെ ഉണ്ടാവുന്നത് മൊത്തം വീഡിയോ എടുക്കാൻ വിചാരിച്ചിന്, പക്ഷേ മൊത്തം പറ്റിയിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഫ്രണ്ട്സ് ഫാമിലി എന്നെല്ലാം പറയുമ്പോൾ അവരുടെ കല്യാണത്തിന് അതിൻ്റെതായ റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറേ പണികളിലുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പരമാവധി ക്ലിപ്പുകൾ ഞാൻ എടുത്തിന്. അപ്പോൾ ഒരു മൊത്തം ഞാൻ കവർ ചെയ്തിട്ടാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ തലേന്ന് അവിടെ പരിപാടി ഉണ്ടാവും. കല്യാണത്തിൻ്റെ തലേന്ന് പറഞ്ഞാൽ കല്യാണത്തിൻ്റെ മുമ്പേ ഉള്ള ഒരു ദിവസം. ആ ദിവസമാണ് നിങ്ങൾക്കെല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള തലശ്ശേരി ബിരിയാണി കിട്ടുക. അപ്പോൾ ആ ബിരിയാണിക്ക് വേണ്ടിയിട്ട് പ്രിപ്പറേഷന് രാവിലെ തന്നെ പോയിട്ട് ഇറച്ചി മേടിക്കും. അതിന് വേണ്ടി രാവിലെ 5 മണിക്ക് കോഴിപ്പിടിയിലിരിക്കുന്നത്. 5 മണിക്ക് കോഴി കിട്ടുമെന്ന് പറഞ്ഞിട്ട് 5 മണി 6 മണിയായി 6 മണി 7 മണിയായി എന്നിട്ട് കോഴി കിട്ടിയില്ല. ഒരു 7 ആകുമ്പോഴത്തേക്ക് കോഴി കിട്ടി. കോഴി കിട്ടിക്കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയതിന് ശേഷം അവിടെ ഒരു പരിപാടിയുണ്ട്. കോഴീനെ വൃത്തിയാക്കില്ല എന്ന് പറഞ്ഞാൽ അതിൽ തൂവല് കാര്യങ്ങൾ അങ്ങനത്തെ എല്ലാം ഇല്ലേ. അപ്പോൾ ഈ ഫ്രണ്ട്സുകളോ ഇല്ലെങ്കിൽ കുടുംബക്കാരോ അവരെല്ലാം ചേർന്നിട്ട് കോഴീനെ മൊത്തം വൃത്തിയാക്കി കഴുകി പാർട്സ് എല്ലാം വൃത്തിയാക്കി എല്ലാം റെഡിയാക്കിയിട്ട് പാചകക്കാർക്ക് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എൻ്റെ ഷോർട്സും എല്ലാം എടുത്തു കഴിഞ്ഞ് നേരെ വൈകുന്നേരം നമ്മൾ കുളിച്ച് മാറ്റിയിട്ട് 3 ആൾ പോയി. ഇവക്ക് അവിടെ നിന്ന് പുടവയും കൊണ്ട് പോകണം. അങ്ങനെ ഒരു ചടങ്ങുണ്ട് അവിടെ. അതുകൊണ്ട് നേരത്തെ നമ്മൾ പോകുന്ന ഈ കല്യാണത്തിന് കല്യാണ പെണ്ണ് കൊടുക്കുന്ന പുടവ മുതൽ ആഭരണങ്ങൾ എല്ലാം ഫുൾ കിറ്റ് അടക്കം ആ പെട്ടിയിലുള്ള ആ പെട്ടിയും കൊണ്ട് ഇവർ കൊണ്ടുപോയി കൊടുക്കുന്ന ഒരു ചടങ്ങാണ്. അധികം അടുത്തും ഉണ്ടാവും, തലശ്ശേരിയിലും അതേപോലെ ഉണ്ട്. അപ്പോൾ ഈ തലേന്ന് ദിവസം ഇവരെല്ലാം പോവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 10-15 ആൾ ഇവിടെ നിന്നേക്ക് പോകുന്ന ഒരു ചടങ്ങാണ് ഇത് നിങ്ങൾ കാണുന്നത്. ഇവിടുന്ന് ചെക്കൻ്റെ വീട്ടുകാരെ വരവേൽക്കാൻ കല്യാണ പെണ്ണ് അവിടെ ഫുള്ള് സെറ്റായി നിൽക്കുന്നുണ്ട്. ഇനി പെട്ടി കൊടുത്ത് ഫുഡ് അടിച്ചിട്ട് അവർ നേരെ അവിടെ നിന്ന് വരും. നമ്മളിവിടെ ആദ്യം തന്നെ ചെക്കൻ ഇരുത്തി ഫുഡ് കൊടുത്ത്. കാര്യം എന്താ വെച്ചാൽ പിന്നെ ചെക്കന് ഫുഡ് കഴിക്കണം സമയം ഉണ്ടാവില്ല, ആൾക്കാർ വരാൻ തുടങ്ങിയ സമയം കിട്ടൂലല്ലോ. അതുകൊണ്ട് വേഗം തിന്നോ മോനെ പറഞ്ഞിട്ട് ഓന് ഫുഡ് കൊടുത്ത് കൂടെ തന്നെ നമ്മൾ ഇരുന്ന്. കാരണം എന്താ വെച്ചാൽ പിന്നെ നമ്മൾ വിളമ്പാനും കാര്യമെല്ലാം തുടങ്ങി നമുക്ക് തിന്നാൻ സമയം ഉണ്ടാവില്ലല്ലോ. ആ ഒരു പേരും പറഞ്ഞിട്ട് നമ്മൾ നല്ല അടിയടിച്ച് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ തിരക്കാ. ഒരു 10 മണി വരെ സമയം കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കുമോ ആൾ വേറുള്ളൂ, ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുമല്ലോ, അങ്ങനെ ഫുള്ള് തിരക്കായിപ്പോയി. അങ്ങനെ ഒരു 10 മണിയെല്ലാം കഴിഞ്ഞ ശേഷം തിരക്കെല്ലാം ഒഴിഞ്ഞിട്ട് നമ്മൾ മെല്ലെ ഇരുന്ന് വിളമ്പിയ ആൾക്കാരല്ലോ എന്ന് പറഞ്ഞാൽ പിന്നെയും വിശന്ന് അത്രയും പണിയല്ലേ. അങ്ങനെ മെല്ലെ ഇരുന്ന് മെല്ലെ ഫുഡെല്ലാം കഴിച്ച് അത് കഴിഞ്ഞ് ചെക്കൻ്റെ ഫ്രണ്ട്സ് എല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത്. ഗ്രൂപ്പ് ഫോട്ടോ കഴിഞ്ഞപാട് പിന്നെ കാര്യപരിപാടികളാണ്. ഫുള്ള് ഡാൻസും കൂത്തും പാട്ടുമായിരിക്കും. 1 മണി 1:30 2 മണി വരെ പാട്ടും ഇതായിരിക്കും. ഞാൻ അതിനൊന്നും നിന്നിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ രാവിലെ എണീച്ചിട്ട് വണ്ടിയെല്ലാം വൃത്തിയാക്കണോ. എന്താണെന്ന് വെച്ചാൽ ചെക്കനും പെണ്ണും എൻ്റെ വണ്ടിയിലാണ് വരുന്നത്. അപ്പോൾ വണ്ടിയിലൊന്ന് മിനുക്കിയിട്ട് അതിലെന്തെങ്കിലും പൂവെല്ലാം സെറ്റാക്കി അതിൻ്റെ കുറേ പണികളുണ്ട്. അപ്പോൾ രാവിലെ തന്നെ എണീച്ച് കഴുകാൻ തുടങ്ങിയതാ. അങ്ങനെ കഴുകി പൂവെല്ലാം വെച്ച് സെറ്റാക്കി എല്ലാം റെഡിയായി 10 മണിക്ക് കറക്റ്റ് ചെക്കനെയും കൂട്ടിയിട്ട് നമ്മൾ വിട്ട്. പെണ്ണിന്റെ വീടെത്തിയിട്ട് വഴി കയറിയപ്പോൾ മനസ്സിലായ ഇത്രക്കാരാള് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നിനോന്ന്. അവിടെ പോയവിടെ സ്വീകരിക്കുന്ന കുറച്ച് ചടങ്ങുകളും പിന്നെ പോയപാട് നല്ല തണുത്ത ജ്യൂസ് കിട്ടി. അത് കുടിച്ചപ്പോൾ കുറച്ചൊരു സമാധാനമായി. ഇനി മര്യാദക്ക് കല്യാണം കാണാമല്ലോ.
അങ്ങനെ നമ്മളെ ടീമെല്ലാം കൂടിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത് അവിടുന്ന് ഫുഡ് മേടിച്ചിട്ട് ഞാൻ നേരെ പോയി കാറിലും തിരിച്ച് റെഡിയാക്കി വെച്ച് ചെക്കനെ കയറ്റേ. ചെക്കൻ അവിടുന്ന് കുറച്ച് ഫോട്ടോഷൂട്ടെല്ലാം കഴിഞ്ഞ് ചെക്കനും പെണ്ണും എല്ലാവരോടും ടാറ്റയെല്ലാം പറഞ്ഞ് വണ്ടി കയറി. വണ്ടിയിൽ കയറാൻ തന്നെ ഒരു 10 മിനിറ്റായി. കാരണം എന്ന് വെച്ചാൽ വീഡിയോഗ്രാഫേഴ്സിന് ആ വീഡിയോ എടുക്കേണ്ട കുറച്ച് ഷോട്ടുകൾ എടുക്കണ്ടേ. അപ്പോൾ ആ ഡോർ തുറന്ന് ഈ ഡോർ തുറന്ന് അങ്ങനെ തന്നെ ഒരു 10 മിനിറ്റായി. അങ്ങനെ കയറി ഇരുന്ന പാട് അതിൻ്റെ ഉള്ളിൽ കുറേ വിളി വന്ന്. എന്ന് പറഞ്ഞാൽ അവിടെ നാട്ടിൽ ഫ്രണ്ട്സ് എല്ലാവരും റെഡിയായി നിൽക്കുന്നുണ്ട്. പൊട്ടാസ് എല്ലാം പൊട്ടിച്ച് കുറച്ച് നേരം നടച്ച് ഡാൻസ് എല്ലാം കളിപ്പിച്ചുകൊണ്ട് പോകേണ്ടിയിട്ട്. അപ്പോൾ എവിടെ എത്തി ഇങ്ങനെ വിളിച്ചു ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി കയറി നമ്മൾ നേരെ വിട്ട് നാട്ടിലെത്തി. ഫുള്ള് പടക്കങ്ങളെല്ലാം പൊട്ടിച്ച് ഫുൾ ആഘോഷത്തോടുള്ള വരവേൽപ്പായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ മുമ്പിലോട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്കറിയുന്ന ഒരാൾ വരുന്നത്. അമ്മ കയറിയിട്ട് പൂവെല്ലാം കൊടുത്ത് അനുഗ്രഹമെല്ലാം കൊടുക്കുന്നത്. ഇതെൻ്റെ സ്ക്രിപ്റ്റില്ലല്ലോ എന്ന് ആലോചിച്ചിരിക്കുമ്പോഴത്തേക്കും ചെക്കനും പെണ്ണും അവിടെ ഡാൻസ് തുടങ്ങി. അടിച്ച് പൊളി ഡാൻസ് എല്ലാം കളിച്ച് നല്ല സന്തോഷത്തോടെ വീട്ടിൽ കയറിക്കൂടി. അപ്പോൾ കാശ് ഈ ഒരു തലശ്ശേരി കല്യാണം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. എന്തായാലും നമ്മൾ സൈഡായി 2 ദിവസം ഓടി തളർന്നു പോയി. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റ, ബൈ ബൈ.